ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് രംഗം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിവേഗത്തിൽ വളരുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2025-26 സാമ്പത്തിക വർഷത്തിൽ പുറത്തു വന്ന കണക്കുകൾ ഈ വളർച്ചയുടെ വേഗതയും ശക്തിയും വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ മാത്രം 55,200-ലധികം സ്ഥാപനങ്ങളെ സ്റ്റാർട്ടപ്പുകളായി സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് ശേഷം ഒരു വർഷത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. ഇത് വെറും കണക്കുകൾ മാത്രമല്ല, ഇന്ത്യയിൽ പുതുമയും സംരംഭകത്വവും ശക്തമായി വളരുന്നുവെന്നതിൻ്റെയും തെളിവാണ്. ഈ വളർച്ചയുടെ പ്രത്യേകത അതിൻ്റെ വേഗത്തിലാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 51.6% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിച്ച തൊഴിലവസരങ്ങൾ 36% ഉയർന്നിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ യുവജനങ്ങൾ ഇനി ജോലി തേടുന്നവരായി മാത്രമല്ല, തൊഴിൽ സൃഷ്ടിക്കുന്ന സംരംഭകരായി മാറുന്നതിൻ്റെ സൂചനയാണ്. അവരുടെ ആശയങ്ങളും സാങ്കേതിക അറിവും ചേർന്നാണ് പുതിയ കമ്പനികൾ രൂപപ്പെടുന്നത്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നു. മൊത്തത്തിൽ 2.23 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകൾ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഇവയിലൂടെ 23.36 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഓരോ സ്റ്റാർട്ടപ്പും പുതിയ ആശയങ്ങളുടെ പ്രതിഫലനം മാത്രമല്ല, നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന ഒരു ശക്തമായ പ്ലാറ്റ്ഫോമാണ്. സ്റ്റാർട്ടപ്പ് വളർച്ചയിൽ ചില സംസ്ഥാനങ്ങൾ മുൻപന്തിയിലാണ്. മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ്, ഡൽഹി, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ സ്റ്റാർട്ടപ്പുകളും തൊഴിലവസരങ്ങളും രൂപപ്പെട്ടത്. ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഇന്നൊവേഷൻ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതുമയും സാങ്കേതിക വിദ്യയും ഈ വളർച്ചയ്ക്ക് വലിയ അടിസ്ഥാനമൊരുക്കുന്നു. പേറ്റന്റ് അപേക്ഷകളുടെ എണ്ണം 2,850-ൽ നിന്ന് 4,480-ലധികമായി ഉയർന്നത് ഇതിൻ്റെ തെളിവാണ്. ഇത് ഇന്ത്യയിൽ ഗവേഷണത്തിനും നവോത്ഥാനത്തിനും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുവെന്ന് കാണിക്കുന്നു. ഇന്ത്യ ഇനി വെറും ഉപഭോക്തൃ രാജ്യമല്ല, പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യമായി മാറുകയാണ്. ഈ വിജയത്തിന് പിന്നിൽ സർക്കാർ പിന്തുണയും നിർണായകമാണ്. ഫണ്ട് ഓഫ് ഫണ്ട്സ്, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് തുടങ്ങിയ പദ്ധതികൾ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തിക സഹായ തുടക്കവും പിന്തുണയും നൽകിയിട്ടുണ്ട്. കൂടാതെ സ്റ്റാർട്ടപ്പുകളുടെ നിർവചനത്തിൽ മാറ്റം വരുത്തി വാർഷിക ടേൺ ഓവർ പരിധി 100 കോടിയിൽ നിന്ന് 200 കോടി രൂപയായി ഉയർത്തുകയും ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എന്ന പുതിയ വിഭാഗം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നവയിൽ ഒന്നായി മാറിയിരിക്കുന്നു. 2025-26 ഈ റെക്കോർഡ് നേട്ടം ഇന്ത്യയെ ഭാവിയിൽ ഒരു ഗ്ലോബൽ ഇന്നോവേഷൻ ഹബ്ബാക്കി മാറ്റുവാനുള്ള വലിയ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ശരിയായ രീതിയിൽ നടപ്പാക്കുന്ന ഒരാശയം ഒരു കമ്പനിയായും ഒരു കമ്പനി ആയിരക്കണക്കിന് ജീവിതങ്ങൾ മാറ്റുന്ന ശക്തിയായും മാറുമെന്ന് ഈ വളർച്ച നമ്മെ പഠിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മലയാളി 360 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല വാർത്തകളും പുതിയ അറിവുകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലഭിക്കുന്നതിനായി മലയാളി 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.